എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന വളരെ രുചികരമായിട്ടുള്ളൊരു തക്കാളി ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ല പഞ്ഞി പോലുള്ള ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് കുഷ്ബു ഇഡ്ഡലിയാണ്. വാഴയിലയിൽ ഉണ്ടാക്കിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. ഇതിൻ്റെ റെസിപ്പി നമ്മൾ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടെ സാമ്പാറുണ്ട്, വെള്ളച്ചമ്മന്തിയുണ്ട്. അതിൻ്റെയൊക്കെ റെസിപ്പി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ തക്കാളി ചട്നി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റീലിൻ്റെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് പിന്നെ നമ്മൾ ചേർക്കുന്നത് 5 വറ്റൽമുളകാണ്. ഇത് നല്ല എരിവുള്ള വറ്റൽമുളകാണ്. പിന്നെ ഒരു പിടിയോളം ചെറിയ ഉള്ളിയും കൂടെ ചേർക്കുന്നുണ്ട്. 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ നമ്മൾ ഈ ചട്നിയിലേക്ക് ചേർക്കും. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു വലിയ തക്കാളിയാണ് ചേർക്കുന്നത്. 1-2 നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ്. തക്കാളിയും കൂടെ ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം തണുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരയ്ക്കാൻ നേരത്ത് കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. ഒരു 1/4 കപ്പിനെക്കാട്ടിലും കുറവ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് നമുക്ക് കടുകും ചെറിയ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ എണ്ണയിൽ താളിച്ചും കൂടി ചേർക്കുന്നുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തക്കാളി ചട്നിയാണ്. ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്